ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസങ്ങളിൽ ഒന്ന് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തകളും ബോധ്യങ്ങളുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നുപോയാൽ ആവർത്തിച്ച് പലപ്പോഴായി മരണശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച്, അവിടെ നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിലെ അനുഭൂതികളെക്കുറിച്ചും തിന്മകളും പാപങ്ങളും തോന്നിവാസങ്ങളുമായി കഴിഞ്ഞുകൂടിയവരെ കാത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൃത്യമായ വിചാരണ നടപടികൾക്ക് വിധേയമായിട്ടുള്ള ശിക്ഷകളെ സംബന്ധിച്ചെല്ലാം വിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിൽ 26-27 സൂക്തങ്ങളിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന സമാനമായ ഒരു ആശയം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി അമലു സ്വാലിഹാത്തുകൾ നിർവഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത നന്മകൾക്ക് അള്ളാഹു തആല അവർക്ക് പൂർണ്ണമായ ഉത്തമമായ പ്രതിഫലം നൽകുന്നതാണ്. വസിയാദ. ആ പ്രതിഫലങ്ങൾക്ക് പുറമെ അധികമായി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹീതമായ ഒരു ബോണസും അവർക്ക് ലഭിക്കും. വലാ യർഹഖു വുജൂഹഹും ഫതറുൻ വലാ ദില്ല. ഇരുളോ അപമാനമോ ആ ദിവസങ്ങളിൽ അവരെ തീണ്ടുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഈ പൂർണ്ണമായ നന്മകൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ശാശ്വതമായി സ്വർഗത്തിന്റെ അവകാശികളായി അഹ്ലുകാരായി മാറുന്നതാണ്. എന്നാൽ അതിന്റെ ഒരു മറുവശം പോലെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വല്ലദീന കസബുസ് സയ്യിആത്ത്. തിന്മകൾ ചെയ്തവർ, അള്ളാഹുവിനെ ധിക്കരിച്ച് അവന്റെ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തി തപസ്കരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ചെവികൊള്ളാതെ തന്റെ ദേഹേച്ഛയുടെ പിന്നാലെ കടന്നുപോയ ആളുകൾ, ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹാ. അവർ ചെയ്ത തിന്മകൾക്ക് അനുയോജ്യമായ അതേ അളവിലുള്ള ശിക്ഷകൾ പ്രതിഫലമായി അള്ളാഹു നൽകുന്നതാണ്. വതർഹഖുഹും ദില്ല.
തീർച്ചയായും അവരെ അപമാനവും ബാധിക്കുന്നതാണ്. മാ ലഹും മിനല്ലാഹി മിൻ ആസിം. ഒരു വ്യക്തിയുടെ മരണാനന്തര ജീവിതത്തിൽ ഹിസാബിന് ശേഷം അള്ളാഹു അയാൾക്കുള്ള അസാബ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വിധിച്ച ആ ശിക്ഷയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുവാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. ഒരാൾക്കും അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ഇരുട്ട് പിടിച്ച രാത്രിയുടെ ഒരു കഷ്ണം പോലെയായിരിക്കും അന്നവരുടെ മുഖങ്ങൾ. ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ശാശ്വതരായി നരകത്തിന്റെ നിത്യവാസികളായി അവർ അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കും. വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ പരാമർശിച്ചിടത്തെല്ലാം നരകത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിന്റെ മർഹമത്തിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചും അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രയോഗിക്കുന്നുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു മരണാസന്നനായി കിടക്കുമ്പോൾ രോഗിയായ തന്നെ സന്ദർശിക്കാൻ വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കരം പിടിച്ച് നടത്തിയ സംസാരങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ശ്രദ്ധേയമായ ഈ ശൈലികളെ കുറിച്ച്, അള്ളാഹു സുഖദുഃഖങ്ങളെ കുറിച്ചും പരീക്ഷണങ്ങളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും നന്മ തിന്മകളെ കുറിച്ചും അള്ളാഹുവിന്റെ സഹായത്തെ കുറിച്ചും ശിക്ഷകളെ കുറിച്ചും സർവോപരി സ്വർഗ നരകങ്ങളെ കുറിച്ചും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് തന്നെ പരാമർശിക്കുന്ന ആ ശൈലിയുടെ കാരണത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള പ്രതീക്ഷ പോലെ അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ചുള്ള ഭയവും ഉണ്ടാവണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള വിചാരവും ഉണ്ടാവണം. റഹബത്തും റഹബത്തും ഉണ്ടാവണം. ഭയമുള്ളത് പോലെ പ്രതീക്ഷയുണ്ടാവണം. അങ്ങനെ ഒരു സമന്വയിപ്പിച്ച ഒരു നിലപാടിലൂടെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ പ്രാപ്തനാകണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. സ്വാഭാവികമായും ഈ മൂല്യം നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ പ്രാപ്തനാക്കുന്ന വിവിധങ്ങളായ നന്മകളുടെ അവസരങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ നന്മകളുടെ അനുഗ്രഹീതമായ അവസരങ്ങളുടെ കൂട്ടത്തിലാണ് പരിശുദ്ധ റമളാനിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ റമളാൻ എന്ന പദം, റമളാൻ എന്ന മാസത്തെക്കുറിച്ച്, ആ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആ മാസത്തിന് സാക്ഷികളാകുന്ന ആളുകളുടെ മതപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചെല്ലാം വിശദമായ പരാമർശങ്ങളുണ്ട്. റമളാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിർബന്ധമായ നോമ്പാണ്. ഉദറില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ന്യായമായ എക്സ്ക്യൂസ് ഇല്ലാത്ത ഒഴിവ് കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൽ പകൽ സമയം നോമ്പനുഷ്ഠിക്കുക എന്നത് അവർക്ക് ഫർളായ നിർബന്ധമായ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു നിർബന്ധ സ്വഭാവത്തിലുള്ള ഒരു കർമ്മമാണ്. അവിടെ ആ നിർബന്ധത്തിൽ നിന്ന് ഒഴിവ് കഴിവുള്ളത്, അതേപോലെ റമളാനിൽ നോമ്പ് നോൽക്കേണ്ടതില്ലാത്ത വിഭാഗം ആളുകൾ, അതും ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആർത്തവകാരികളായ സ്ത്രീകൾ, പ്രസവരക്തമുള്ള സ്ത്രീകൾ, അവർക്ക് പരിശുദ്ധ റമളാനിൽ ആ ഒരു ശാരീരിക അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പ് നോൽക്കേണ്ടതില്ല എന്നല്ല, നോമ്പ് നോൽക്കാൻ പാടുള്ളതല്ല. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ച്, ഉദാഹരണം രോഗികളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നത് പ്രയാസമാണെങ്കിൽ, പ്രത്യേകിച്ച് യാത്രയുടെ സന്ദർഭത്തിൽ, അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കുകയും പിന്നീട് ആ നോമ്പ് നോറ്റു വീട്ടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം. അതിന് സമാനമായിട്ടാണ് ഗർഭിണികളെ കുറിച്ചും മുലയൂട്ടുന്നവരെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഗർഭം ധരിക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ ചെറിയ കുട്ടിയെ മുലയൂട്ടുന്ന ഒരു സ്ത്രീ, അവർ നോമ്പ്
നോമ്പനുഷ്ഠിക്കുന്നത് അവർക്കോ ഗർഭസ്ഥ ശിശുവിനോ പ്രസവിച്ച കുഞ്ഞിനോ അവരുടെ ആരോഗ്യത്തിന് ദോഷകരമായി ഭവിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. ആ നഷ്ടപ്പെട്ട നോമ്പ് ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, റമളാൻ കഴിഞ്ഞ് പിന്നീട് സൗകര്യപ്രദമായ രൂപത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ഒരു കടമിടപാടാണ് എന്ന നിലയ്ക്ക് അത് പിന്നീട് വീട്ടേണ്ടതുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പരാമർശിക്കുന്നത് റമളാനുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മം മുതിർന്നവർ പ്രായപൂർത്തിയായ ആളുകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്ന് റമളാനിലെ നോമ്പാണ്. ആ നോമ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം എന്ന് പറയുന്നത് 5 സ്തംഭങ്ങളാൽ സ്ഥാപിതമാണ്. അതിൽ 4ാമത്തെ റുക്നായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസൗമി റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് ഒരാളുടെ മതപരമായ ബാധ്യതകളുടെ ഭാഗമായി അയാൾക്ക് നിർവഹിക്കാനുണ്ട് എന്നാണ്. ആ നിർബന്ധമായ നോമ്പ്, റമളാനിലെ നോമ്പ്, ആ നിർബന്ധ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന മേന്മ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സോമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരാൾ ഈമാനുള്ളവനായി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ റമളാനിലെ നോമ്പനുഷ്ഠിച്ചാൽ അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്നത് 2 തരം ദോഷങ്ങളാണ്, ചെറുദോഷങ്ങളും വൻദോഷങ്ങളും, വൻപാപങ്ങളും ചെറിയ പാപങ്ങളും. വൻപാപങ്ങളുടെ പ്രത്യേകത ആ പാപങ്ങൾ അവസാനിപ്പിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യണം. അതേപോലെ മനുഷ്യർ പരസ്പരമുള്ള ഹക്കിടപാടുകൾ, മനുഷ്യർ പരസ്പരം നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, അത് അവരോട് പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഈ വൻപാപങ്ങളിൽ പെടാത്തതും മനുഷ്യർ പരസ്പരം അടിമകൾ പരസ്പരമുള്ള അതിക്രമങ്ങളുമല്ലാത്ത മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായി നിരന്തരമായി സംഭവിക്കുന്ന സ്ഖലിതങ്ങൾ, മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന പാകപ്പിഴവുകൾ, മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന ശ്രദ്ധക്കുറവുകൾ, അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല അത് വിട്ടുപുറത്ത് മാപ്പ് നൽകും. അയാളുടെ ജീവിതത്തിൽ എത്ര തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും വൻപാപങ്ങളല്ലാത്ത അടിമകൾ പരസ്പരമുള്ളതുമല്ലാത്തതുമായ എല്ലാ ചെറുദോഷങ്ങളും റമളാനിന്റെ നോമ്പ് വഴി അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അവിടെ നിബന്ധന പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഇനിയിപ്പോ പത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കാണും, 25 വർഷമായി നോമ്പനുഷ്ഠിക്കുന്ന അമുസ്ലിം സഹോദരി മുസ്ലിം സഹോദരന്മാരോട് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നത്. അങ്ങനെ നോമ്പ് നോൽക്കുന്നതൊന്നും വിരോധമില്ലെങ്കിലും ആ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ഭൗതികമായ ഗുണങ്ങളുണ്ട് എന്നതല്ലാതെ അങ്ങനെ ഒരു കേവല ഭൗതികമായ ഈ പാരമ്പര്യമായ അസുഖങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള, അതല്ലെങ്കിൽ അമിതവണ്ണമൊക്കെ കുറയാൻ നോമ്പ് നല്ലതാണ് എന്ന നിലയ്ക്ക് ഇതിന്റെ ഭൗതികമായ മേന്മകൾ ഊന്നിക്കൊണ്ടുള്ള നോമ്പ് അങ്ങനെയുള്ള നോമ്പല്ല. മറിച്ച് പ്രതിഫലം ആഗ്രഹിച്ച്, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ പ്രത്യേകതകൾ വിശദീകരിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിൽ കാണാം. ഇനി നോമ്പിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ നമ്മൾ സാധാരണ നോമ്പ് എന്ന് പറയുമ്പം മനസ്സിലേക്ക് റമളാനും അതിന്റെ കൂടെ അതിന്റെ ഒരു അതേ അർത്ഥത്തിലുള്ള ഒരു പദമായിട്ട് പലപ്പോഴും ഇങ്ങനെ അത് ചിന്തയിൽ വരാറുണ്ട്. നോമ്പിന്റെ കാലല്ലേ എന്ന് പറയുമ്പം, നോമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വ്രതം, സൗം, ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒന്നാണ്. അപ്പൊ ആ നോമ്പിന് തന്നെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഹദീസുകൾ കാണാം. നോമ്പെന്ന് പറഞ്ഞാൽ തഅബ്ബുദ് ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി ഒരാൾ നിർവഹിക്കുന്ന ഒരു ആരാധനയാണ്. ആ ആരാധനക്ക് സമയമുണ്ട്, കാലമുണ്ട്. പ്രഭാതോദയം മുതൽ പ്രദോഷം വരെ, സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് സാധാരണ ജീവിതത്തിൽ അവന് ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങളും
അവന്റെ സാധാരണ സ്വാഭാവിക ജീവിതത്തിൽ ഹലാലായ ലൈംഗിക ബന്ധങ്ങളും താൽക്കാലികമായ പകൽ സമയം അള്ളാഹുവിന് വേണ്ടി ഒരാൾ വർജിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സംസ്കാര സമ്പന്നനായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു കൃത്യമായ ആരാധനയാണ് നോമ്പെന്ന് പറയുന്നത്. ആ നോമ്പ് 2 ഗണത്തിലുള്ളതുണ്ട്. നിർബന്ധമായ നോമ്പും ഐച്ഛികമായ നോമ്പ്. നിർബന്ധമായ നോമ്പിന്റെ ഉദാഹരണമാണ് പരിശുദ്ധ റമളാനിലെ നോമ്പ്. ഐച്ഛികമായ നോമ്പെന്ന് പറയുന്നത് നിർബന്ധമല്ലാത്ത എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കപ്പെട്ട തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പ് പോലെ, ദുൽഹിജ്ജയിലെ ദുൽഹിജ്ജ 9 നോൽക്കുന്ന ആ നോമ്പ് പോലെ, അതേപോലെ മുഹറം 9, 10 അനുഷ്ഠിക്കുന്ന നോമ്പ് പോലെ, അറബി മാസം 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീൾ എന്നറിയപ്പെടുന്ന ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ശഅബാൻ മാസത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ച സമയം എന്ന നിലക്കുള്ള നോമ്പ് പോലെ, അതുമല്ലെങ്കിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന നോമ്പുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ നോമ്പുകളുണ്ട്. ആ നോമ്പുകളുടെ ഒരു പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫ്. ഒരു അടിമ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു കർമ്മം, അതിന്റെ പ്രതിഫലം ഇരട്ടിയായി കൊണ്ടിരിക്കും. അത് ഇരട്ടിയായി കൊണ്ടിരിക്കും. അൽ ഹസനതു ബി അശ്രി അംസാലിഹ. ഒരു നന്മ ചെയ്താൽ അതിന് 10 പ്രതിഫലമുണ്ട്. ഇലാ 700 ഇരട്ടി വരെ അള്ളാഹു കണക്കാക്കുന്ന മാനദണ്ഡത്തിനനുസരിച്ച് അയാൾക്ക് പ്രതിഫലമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഒരു വാചകം പറയുന്നു, ഇല്ലസ്സൗം ഫഇന്നഹു ലി വഅന അജ്സി ബി. നോമ്പിന്റെ കാര്യം അങ്ങനല്ല. ആ നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക. അത് 10 മുതൽ 700 ഇരട്ടി എന്ന പരിധിക്കും അപ്പുറത്തായിരിക്കും അതിന്റെ പ്രതിഫലം എന്ന് അല്ലാഹു തആല പറയുന്നു. യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി. അവന് ഭക്ഷണം ഹലാലാണ്, ഭാര്യയുമായിട്ടുള്ള സംസർഗം ഹലാലാണ്, തന്റെ സ്വാഭാവിക ജീവിതത്തിൽ ഹലാലായ ആ ആസ്വാദനങ്ങൾ, ആ അനുഭവങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അതവൻ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. അതായത് ഹലാലായത് അവൻ അള്ളാഹുവിന് വേണ്ടി നോമ്പിലൂടെ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് ആ നോമ്പിന്റെ പ്രതിഫലം പൂർണ്ണമായി 700 ഇരട്ടിക്കും അപ്പുറമായി ഞാൻ നൽകുന്നതാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞ വാചകം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് തന്നെ എന്തുകൊണ്ടാണ് ഈ നോമ്പിനെ കുറിച്ച് അള്ളാഹു ഇത്തരം ഒരു കർമ്മം പറയുന്നത്? ഇപ്പൊ ഏതൊരാൾ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ദിക്ർ ചൊല്ലുന്നത് ആർക്ക് വേണ്ടിയാണ്? റബ്ബിന് വേണ്ടിയാണ്. സ്വലാത്ത് ചൊല്ലുന്നത് ആർക്ക് വേണ്ടിയാണ്? റബ്ബിന് വേണ്ടിയാ. ഒക്കെ റബ്ബിനാണ്. പിന്നെന്താ നോമ്പിനൊരു പ്രത്യേകത എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. പക്ഷെ നോമ്പിനെ കുറിച്ച് ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മുഹദ്ദിസുകൾ പറയുന്നു, ലാ യത്ലഉ അലൈഹി അഹദുൻ ഗൈറുല്ലാഹ്. ഒരാൾ നോമ്പ് നോൽക്കുന്ന അവസ്ഥയിൽ അയാൾ അനുഭവിക്കുന്ന ത്യാഗം, അയാളുടെ ഒരു ബുദ്ധിമുട്ട്, ആ കർമ്മത്തിലെ അയാളുടെ ആസ്വാദനം, അത് വേറെ ഒരാൾക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റൂല. ഇപ്പൊ ഈ പള്ളിന്റെ ഒരു ആവശ്യം വന്നു. അപ്പൊ എന്നോട് ഈ പള്ളിയുടെ ഭാരവാഹി പറഞ്ഞു, നിങ്ങളിത് കണ്ടറിഞ്ഞ് എന്തെങ്കിലും തരണം. അങ്ങനെ ഞാൻ 2500 രൂപ കൊടുത്തു. ആ 2500 രൂപ കിട്ടിയാൽ തന്നെ ആ വാങ്ങുന്ന ആൾക്കോ കാണുന്ന ആളുകൾക്കോ പറയാ, മൂപ്പര് 2500 കൊടുത്തിട്ടുള്ളൂ, ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഒരു പള്ളിന്റെ കാര്യത്തിന് ആദ്യമായിട്ട് ചോദിച്ചിട്ട് ദേ കൊടുത്തിട്ടുള്ളൂ എന്ന് വേറൊരാൾക്ക് വേണമെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യാം. അത് ശരിയാവാം, തെറ്റാവാം, അല്ലെങ്കിൽ അത്ര കൊടുത്തോ എന്നും പറയാ. മറ്റുള്ളവന്റെ കർമ്മത്തെ അനലൈസ് ചെയ്യാൻ നോമ്പല്ലാത്ത കാര്യങ്ങളെ പൊതുവെ എല്ലാവർക്കും കഴിയും. എന്നാൽ നോമ്പിന്റെ പ്രത്യേകത അത് അള്ളാഹ്ക്ക് മാത്രമേ അതിന് മാർക്കിടാൻ കഴിയുള്ളൂ. ഓൻ കഷ്ടപ്പെട്ടാണ് നോമ്പ് വെച്ചത്, ഓൻ ബുദ്ധിമുട്ടിയിട്ടാണ് നോമ്പ് വെച്ചത് എന്നത് ഒരു സെക്കൻഡ് പാർട്ടിക്കോ തേർഡ് പാർട്ടിക്കോ കഴിയാത്തത് അള്ളാഹ്ക്ക് മാത്രമേ അത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, നോമ്പിന്റെ പ്രത്യേകത, ലം യുഅബദ് ബിഹി ഗൈറുല്ലാഹ്. അള്ളാഹു അല്ലാത്ത ഒരാളോടും
നോമ്പ് നോറ്റ് കൊണ്ടുള്ള ഇബാദത്ത് ഇസ്ലാമിലുള്ളത് പോലെയുള്ള നോമ്പ് കൊണ്ടുള്ള ഇബാദത്തില്ല. ഫലം തുഅല്ലിമൽ കുഫാറു ഫി അസ്രിൻ ഖത്തുൻ ആലിഹതഹും ബിസ്സൗം. കുഫാറുകൾ, ബിംബാരാധകർ അവരുടെ ആരാധ്യന്മാർക്കുള്ള ആരാധനകൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി ഇതുപോലെ പട്ടിണി കിടക്കുന്ന നോമ്പ്, പകൽ സമയം പട്ടിണി കിടക്കുന്ന ഒരു നോമ്പ് നോറ്റുകൊണ്ട് തങ്ങളുടെ ദൈവത്തിന്റെ പ്രീതി നേടാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. വഇന്നമാ കാനൂ യുഅല്ലിമൂന തിൽകൽ ആലിഹത ബിസ്സുജൂദ് വതഖദീമിൽ ഖറാബീൻ വന്നുസൂരി വസ്സദഖത ലഹാ. സാഷ്ടാംഗം നമിച്ച് നേർച്ചകൾ നടത്തി ബലികർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് അവരുടെ ആരാധനകൾ പ്രധാനമായി നടക്കുന്നത്. എന്നാൽ പകൽ സമയം പൂർണ്ണമായി അന്നപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഈ ഒരു നോമ്പ് അത് മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമുള്ള അള്ളാഹുവിന് മാത്രം നിർവഹിക്കുന്ന ഒരു ആരാധനയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ കൂടെയുള്ള അമുസ്ലിം സഹോദരന്മാർ പറയും ഞങ്ങൾക്ക് നോമ്പാണെന്നൊക്കെ പറയും. ഓല നോമ്പ് പറഞ്ഞാൽ പാല് പറ്റൂല, അതല്ലെങ്കിൽ മുട്ട പറ്റൂല, അല്ലെങ്കിൽ വീട്ടിന് പുറത്തുള്ള ഭക്ഷണം പറ്റൂല എന്നേ ഉള്ളൂ. എന്നാൽ നമ്മളെപ്പോലെയുള്ള വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത നോമ്പ്, ആ നോമ്പ് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നോമ്പിന്റെ കാര്യത്തിൽ അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക എന്ന് റബ്ബ് പറയുന്നത്. മൂന്നാമത്തെ പ്രത്യേകത ഇബാദത്തുൻ ഖാലിയത്തുൻ മിനസ്സഅയി വഇന്നമാ ഹിയ ഖായിമത്തുൻ അല തർക്കിൽ മഹ്ള്. നോമ്പിന്റെ ഒരു പ്രത്യേകത, സാധാരണ ഒരു കർമ്മം പറഞ്ഞാൽ അതിൽ കുറെ എഫേർട്ട്, കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടാവും, കുറെ അതിന്റെ ഭാഗമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നോമ്പിൽ ചെയ്യാനല്ല, ഉപേക്ഷിക്കാനുള്ളത്. നോമ്പിൽ ഉപേക്ഷിക്കാൻ ഗീബത്ത് പറയാതിരിക്കുക, നമീമത്ത് പറയാതിരിക്കുക, തോന്നിവാസം ചെയ്യാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഭാര്യാഭർത്തൃ സംസർഗം ഒഴിവാക്കുക. അപ്പൊ സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്ന ഒരു ശൈലിയാണ് നോമ്പിനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ നോമ്പുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ ഈ വിഷയത്തിലുള്ള ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു, അദ്ദേഹം ഒരു യുദ്ധത്തിന് പോകുന്ന സന്ദർഭം, അൻഷാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയ്ഷ, റസൂലുള്ള ഒരു യുദ്ധ നടപടിയുടെ ഭാഗമായി ഒരു സൈന്യത്തെ സജ്ജമാക്കി. ആ സമയത്ത് അതിലേക്ക് പോവാനുള്ള ആളുകളെയൊക്കെ റെഡിയാക്കി. ആ കൂട്ടത്തിൽ അബൂ ഉമാമ റളിയല്ലാഹു ഉണ്ട്. അദ്ദേഹം റസൂലിന്റെ അടുക്കലെത്തി, ഉദുല്ലാഹ ലീ ബിശ്ശഹാദ, ഈ യുദ്ധത്തിൽ പോയി പോർക്കളത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് രക്തം വാർന്ന് എനിക്ക് ഷഹീദാകണം, അതിനുവേണ്ടി താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. അബൂമാമക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മൊത്തത്തിൽ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഇവർക്ക് നീ സംരക്ഷണം, സുരക്ഷ നൽകണമേ, ഇവർക്ക് യുദ്ധം വിജയിച്ച് ഗനീമത്ത് സ്വത്ത് നൽകണമേ എന്ന്. ആ യുദ്ധം കഴിഞ്ഞ് മറ്റൊരു യുദ്ധത്തിന്റെ സന്ദർഭം, അബൂ ഉമാമ ഷഹാദത്തിന് വേണ്ടി റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. റസൂലുള്ള ഈ പ്രാർത്ഥന തന്നെ ആവർത്തിച്ചു. ഇങ്ങനെ 3 സന്ദർഭം ഉണ്ടായി. ആ 3 യുദ്ധങ്ങൾ കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തുക്കളൊക്കെ കിട്ടി മുസ്ലിമീങ്ങൾ സുരക്ഷിതരായി മടങ്ങിയ ഒരു ഘട്ടത്തിൽ ആ സ്വഹാബി പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഞങ്ങളോട് 3 തവണ പറഞ്ഞത് എനിക്ക് ഷഹാദത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ, പക്ഷെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ജീവൻ രക്ഷപ്പെടണം, ഗനീമത്ത് കിട്ടണം എന്നാണ്. അതാണ് ഈ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു നന്മ പഠിപ്പിച്ചു തരണം. ഫമുർനി ബിഅമലിൻ അദ്ഖുലു ബിഹിൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടാൻ ഒരു പണി നിങ്ങൾ പറഞ്ഞു തരണം. അതായത് ഷഹീദായാൽ ഇൻഷാ അല്ലാഹ് സ്വർഗമുണ്ട്. അപ്പൊ അതേപോലെ എനിക്ക് സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള ഒരു പണി പറഞ്ഞു തരണം. റസൂലുള്ളാഹി പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇനഹു ലാ മിസ്ല ലഹു. ഈ നോമ്പ് പറ്റോ, നോമ്പിന് തത്തുല്യമായി മറ്റൊരു കർമ്മവുമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പൊ ആ നിലക്ക് നോമ്പിന് കൃത്യമായ പ്രത്യേകത ഉണ്ട്. അതേപോലെ പരലോകത്ത് നോമ്പ് നോറ്റവർക്ക് വേണ്ടി നോമ്പ് ശുപാർശ ചെയ്യും എന്നത്. ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം അയാളെ നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റുമെന്നാണ്. ഒരു ദിവസം നോറ്റാല്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം നോറ്റാൽ അതിന്റെ ഗുണം എത്രയോ വലുതാണ്. അതേപോലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കുവാൻ നോമ്പുകാർക്ക് സാധിക്കുമെന്നാണ്. അതേപോലെ സ്വർഗലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച നയനാനന്ദകരമായ അവസ്ഥകളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ഹദീസിൽ കാണാം, സ്ഫടികം കൊണ്ടുള്ള അതല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ചില താവളങ്ങൾ, താമസയിടങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. 4 ക്വാളിറ്റിയാണ് അവരെ കുറിച്ച് പറഞ്ഞത്. ലിമൻ അത്തോബൽ കലാം, സംസാരം മാന്യമാക്കുന്നു. വഅതഅമത്ത്വാം, ആവശ്യക്കാരെ ഭക്ഷിപ്പിക്കുന്നു. വഅദാമസ്സിയാം, നോമ്പ് നിലനിർത്തുന്നു. വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ കടന്നുറങ്ങുമ്പോ
രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ലഭിക്കുന്ന നേട്ടങ്ങൾ പറഞ്ഞെടുത്ത് സ്വർഗത്തിലുള്ള അനുഭൂതികളെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത്, നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഈ റമളാനിൽ നമ്മൾ നിർവഹിക്കുന്ന അമലുകളിൽ ഏറ്റവും മനോഹരമായ കർമ്മം അത് നോമ്പാണ്. ആ നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ മര്യാദകൾ, അഹ്കാമും ആദാബും ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആ കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പരാമർശിക്കപ്പെട്ട നന്മകളുടെ ഓഹരി നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ വീടുകളിലൊക്കെയുള്ള ചില ഒരുക്കങ്ങളുണ്ട്. ഇപ്പോൾ വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി ഒരു നനച്ചുകുളി, ഈ ടൈൽസും മാർബണേറ്റൊന്നും ഇല്ലാത്തൊരു കാലത്ത്, സാധാരണ പണ്ടൊക്കെ ഒരു 60കളിൽ 70കളിൽ 80കളിൽ ജീവിച്ചിരുന്ന നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ, അവിടെ എല്ലാ ദിവസവും ഇങ്ങനെ നനച്ച് തുടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ആകെ അടിച്ചു വരുന്ന ഒരു രീതിയായിരുന്നു. സ്വാഭാവികമായും റമളാൻ ആവുമ്പോൾ മൊത്തത്തിൽ വീടുകളൊക്കെ ഒന്ന് ക്ലീനാക്കി അതിൻ്റെ ഭാഗമായി എല്ലാ ഇടങ്ങളും പൊടി തട്ടി നനച്ച് തോത്തി അങ്ങനെ എല്ലാ സാധനങ്ങളും ക്ലീനാക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു റമളാനിനോടുള്ള ഒരു ഇഹ്തിറാമിൻ്റെ ഭാഗമായും, അതേപോലെ റമളാനിൽ പിന്നെ ഈ ക്ലീനിങ്ങിന് മെനക്കെടേണ്ട, ആ സമയം കൂടി നിസ്കരിക്കുക, അതേപോലെ ഖുർആൻ ഓതാം, ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു ശൈലിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു രീതിയാണ്. ഇന്നിപ്പോൾ നമ്മളെ വീടുകളിൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക എന്നത് ഏറെക്കുറെ എല്ലാ വീട്ടിലൊരു സംസ്കാരമാണ്. അതുകൊണ്ട് നോമ്പായിട്ട് ബന്ധപ്പെട്ട ഒരു നനച്ചുകൊള്ളി അതിനൊന്നും പ്രത്യേകതയില്ല. ഒരാൾ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നത് തരക്കേടില്ല. അതേപോലെ നോമ്പിൻ്റെ വിഭവങ്ങൾക്ക് ആവശ്യമായ പത്തിരി പൊടി അല്ലെങ്കിൽ ആ നിലക്കുള്ള അതിൻ്റെ സാമഗ്രികൾ സജ്ജമാക്കുന്ന ഒരുക്കുന്ന പണികളൊക്കെ നമ്മൾ വീടുകളിൽ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം അതൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കാവുന്ന കാര്യങ്ങൾ. അതിനപ്പുറം നോമ്പിൻ്റെ വിഷയത്തിൽ നമുക്കൊരു ഷെഡ്യൂൾ വേണം, ഒരു പ്ലാന് വേണം. എൻ്റെ വയസ്സിൻ്റെ അത്ര നോമ്പ് എനിക്ക് കിട്ടി, എൻ്റെ പ്രായപൂർത്തി ആയത് മുതൽ ഒരുപാട് നോമ്പ് കിട്ടി. ഈ നോമ്പിൽ ഞാൻ ഇത്ര ഖുർആൻ ഓതും, ഇന്ന സമയത്ത് ഓതും, ഇന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ റമളാനിൽ ഒരു ഉംറ ചെയ്യും, ഇത്ര രൂപ ഇത്ര ശതമാനം പണം ഞാൻ ദാനം ചെയ്യും. അങ്ങനെ നമുക്ക് റമളാനിനെ എത്ര പ്രൊഡക്റ്റീവാക്കി നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാം എന്ന കൃത്യമായ ഒരു ആലോചന ആവശ്യമാണ്. അതല്ലാതെ ഇങ്ങനെ അത് തിന്നാനും ഉറങ്ങാനും ചടഞ്ഞിരിക്കാനും ഒഴിഞ്ഞിരുന്ന് റീലുകൾ കാണാനും കളി കാണാനുള്ള ഒരു സന്ദർഭമായി സമയത്തെ നഷ്ടപ്പെടുത്തുന്ന, റമളാനിനെ പാഴാക്കുന്നത് ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും റമളാൻ എന്നത് ആരാധനകൾ കൊണ്ട് സമ്പന്നമാകേണ്ട, ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാകേണ്ട ഒരു മാസമാണ് എന്നതുകൊണ്ട് അതിനെ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന കൃത്യമായ പ്ലാനിങ്, കൃത്യമായ ആലോചനകൾ നമുക്കുണ്ടാവണം. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ നമുക്കുണ്ടാകാറുള്ള ഒക്കെ വരുമ്പോൾ വരട്ടെ, കാണുമ്പോൾ കാണാം എന്നതല്ലല്ലോ എല്ലാ കാര്യത്തിലും, ചിലതൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും. അതുകൊണ്ട് റമളാനിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടാകണം. അള്ളാഹുവിങ്കിൽ കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തെല്ലാം ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും വെല്ലുവിളികളും മായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്നവർ, മാനസിക സംഘർഷങ്ങളാൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് കാവലും രക്ഷ
രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. ഖുർആനിനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തിയ ഇസ്ലാമിന്റെ പ്രഥമ പ്രബോധിതരായ സ്വഹാബത്തിനെ പോലെ ഖുർആനും സുന്നത്തും കൃത്യമായി ജീവിതത്തിൽ പകർത്തി പുലർത്തി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ ഹലാലായ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ് ദുനിയാവിന്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, ജോലികളിൽ, ജീവിതോപാധികളിൽ, ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് നീ റഹ്മത്തും ബർക്കത്തും കൺകുളിർമയും ഇണക്കവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദിമാർ, അധ്യാപകന്മാർ അവരുടെ നന്മകൾ സ്വീകരിക്കുകയും പാപങ്ങൾ പൊറുക്കുകയും അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോട് കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.